അതിരപ്പിള്ളി മേഖലയിലെ ചാലക്കുടി പുഴയിൽ മുതലകളുടെ സാന്നിധ്യം കൂടുന്നു. പകൽ സമയങ്ങളിലും പുഴയോരങ്ങളിൽ മുതലകളെ കാണുന്നത് പതിവായി. മീഡിയ ടൈം വാർത്ത ഫലം കണ്ടു. മാള പോലീസ് സ്റ്റേഷന് സമീപത്തെ റോഡരികിൽ തൊണ്ടിമുതലായി സൂക്ഷിച്ചിരുന്ന വാഹനങ്ങൾ നീക്കം ചെയ്തു. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് ചെറുമത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന ബോട്ടും കടലിൽ ഉല്ലാസയാത്ര നടത്തിയ സ്പീഡ് ബോട്ടും ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി. വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. അതിരപ്പിള്ളി മേഖലയിലെ ചാലക്കുടി പുഴയിൽ മുതലകളുടെ സാന്നിധ്യം കൂടുന്നു. പകൽ സമയങ്ങളിലും പുഴയോരങ്ങളിൽ മുതലകളെ കാണുന്നത് പതിവായി മാറി. പുഴയിൽ വെള്ളം കുറഞ്ഞതോടെ മുതലകൾ കൂട്ടമായി കരയിലെത്തുന്നതും സ്ഥിര കാഴ്ചയാണ്. പുഴയിലെ ഗർത്തങ്ങളാണ് മുതലകളുടെ താവളം. വിനോദസഞ്ചാരികൾ പുഴയിലിറങ്ങുന്നത് അപകടങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പുഴയിൽ പെടുന്നവരെ രക്ഷപ്പെടുത്താനെത്തുന്ന ഫയർഫോഴ്സിനും മുതലകളുടെ സാന്നിധ്യം ദുരിതമാകുന്നുണ്ട്. മീഡിയ ടൈം വാർത്ത ഫലം കണ്ടു. മാള പോലീസ് സ്റ്റേഷന് സമീപത്തെ റോഡരികിൽ തൊണ്ടിമുതലായി സൂക്ഷിച്ചിരുന്ന വാഹനങ്ങൾ നീക്കം ചെയ്തു. ഹൈക്കോടതി വിധി ഉണ്ടായിരുന്നിട്ടും റോഡരികിൽ വാഹനങ്ങൾ പോലീസ് സൂക്ഷിക്കുന്നതായും ഇതുമൂലം മാള എളന്തിക്കര റോഡിൽ പലപ്പോഴും ഗതാഗത കുരുക്കിന് കാരണമാകുന്നുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസം മീഡിയ ടൈം ചാനൽ നൽകിയിരുന്നു. തുടർന്നാണ് വാഹനങ്ങൾ പോലീസ് നീക്കം ചെയ്തത്. വിവിധ കേസുകളിൽ പിടികൂടിയ വാഹനങ്ങൾ മാള എളന്തിക്കര റോഡരികിലും പോലീസ് സ്റ്റേഷന് സമീപത്തെ കച്ചവട സ്ഥാപനങ്ങളുടെ മുൻവശത്തുമായി വർഷങ്ങളായി സൂക്ഷിച്ചിരുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്ത് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസിലായിരുന്നു ഉത്തരവുണ്ടായത്. ഹൈക്കോടതി വിധിപ്രകാരം റോഡരികിലെ വാഹനങ്ങൾ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലേക്ക് SHOയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തിരുന്നു. ഏതാനും മാസങ്ങൾക്കു ശേഷം കേസുകളിൽ ഉൾപ്പെട്ട് കസ്റ്റഡിയിൽ എടുക്കുന്ന വാഹനങ്ങൾ വീണ്ടും റോഡരികിൽ സൂക്ഷിക്കുന്ന സാഹചര്യമായി. ഇതുമൂലം മാള എളന്തിക്കര റോഡിൽ പലപ്പോഴും ഗതാഗത കുരുക്കിന് കാരണമാകുന്നുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസം മീഡിയ ടൈം ചാനൽ നൽകിയിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം വാഹനങ്ങൾ പോലീസ് നീക്കം ചെയ്തത്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് ചെറുമത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി. എറണാകുളം കടവന്ത്ര ഗിരിനഗർ ജോസ് എബ്രാഹിമിന്റെ ഭാര്യ ദീപയുടെ ഉടമസ്ഥതയിലുള്ള ആരാധന എന്ന മത്സ്യബന്ധന ബോട്ടാണ് ഉദ്യോഗസ്ഥ സംഘം പിടിച്ചെടുത്തത്. നിയമപരമായ അളവിലല്ലാതെ കാണപ്പെട്ട 5300 കിലോ കിളിമീൻ ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് ബോട്ടിലുണ്ടായിരുന്നത്. ജില്ലയിലെ തീരക്കടലിലും അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സീമയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക പരിശോധനയുടെ ഭാഗമായാണ് ബോട്ട് പിടിച്ചെടുത്തത്. ഭക്ഷ്യയോഗ്യമായ 58 ഇനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലിപ്പത്തിന് താഴെ പിടികൂടിയാൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ്. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും പോഷകമൂല്യമുള്ള മത്സ്യങ്ങളുടെ വംശവർദ്ധനയും അതുവഴി മത്സ്യത്തൊഴിലാളികളുടെ വരുമാനമാർഗവും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ചെറുമത്സ്യങ്ങളെ പിടിക്കുന്നതിൽ സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയത്. നിരോധിത വലകൾ ഉപയോഗിച്ചാണ് ചെറുമത്സ്യങ്ങളെ പിടിക്കുക. ഇപ്രകാരം ചെയ്യുന്നത് പരമ്പരാഗത മത്സ്യബന്ധന വള്ളങ്ങൾക്ക് ഭീഷണിയാണ്. മംഗലാപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കാലിത്തീറ്റ കമ്പനികളിലേക്കാണ് വ്യാപകമായി ചെറുമത്സ്യങ്ങൾ കയറ്റിപ്പോകുന്നത്. മത്സ്യസമ്പത്ത് കുറയുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടയിലാണ് ബോട്ട് പിടികൂടിയത്. തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് പിഴ സർക്കാരിലേക്ക് ഈടാക്കി. ഉപയോഗയോഗ്യമായ 51,800 രൂപയുടെ മത്സ്യം ലേലം ചെയ്ത് ട്രഷറിയിൽ അടപ്പിച്ചു. പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങളെ പിന്നീട് പുറംകടലിൽ ഒഴുക്കിക്കളഞ്ഞു. ഉദ്യോഗസ്ഥരായ സംന ഗോപൻ, മെക്കാനിക് ജയചന്ദ്രൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് വിഭാഗം ഓഫീസർമാരായ പ്രശാന്ത് കുമാർ, ഷൈബു, ഷിനിൽ കുമാർ, റീറെസ്ക്യൂ ഗാർഡുമാരായ ഷെഫീഖ്, സിജീഷ്, സ്രാഗ്, സന്തോഷ് മുനമ്പം, എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവരാണ് പ്രത്യേക പട്രോളിംഗ് ടീമിൽ ഉണ്ടായിരുന്നത്. അശാസ്ത്രീയ മത്സ്യബന്ധന രീതി അവലംബിക്കുന്നവർക്കെതിരെ കർശന നടപടി തുടർന്നും സ്വീകരിക്കുമെന്നും വരും ദിവസങ്ങളിൽ എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘത്തിന്റെ കർശന പരിശോധന ഉണ്ടായിരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൽ മജീദ് പോത്തനൂരാൻ അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കടലിൽ ഉല്ലാസയാത്ര നടത്തിയ സ്പീഡ് ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്ത് കൊടുങ്ങല്ലൂർ പോർട്ട് ഓഫീസർക്ക് കൈമാറി. മുനമ്പത്ത് നിന്ന് കടലിൽ ഉല്ലാസയാത്ര നടത്തിയ എറണാകുളം ചേന്നമംഗലം കരിപ്പായി കടവ് സ്വദേശി നിലവ് വീട്ടിൽ മേഷ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള മനാമി എന്ന പേരുള്ള സ്പീഡ് ബോട്ടാണ് യാതൊരുവിധ അനുമതി പത്രമോ രേഖകളോ ഇല്ലാതെ കടലിലൂടെ സഞ്ചരിച്ചത്.
സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ശക്തമായ തിരയടിയിൽ അമിത വേഗതയിലും അശ്രദ്ധമായും കടലിലൂടെ ഓടിച്ച ഉല്ലാസ ബോട്ട് അഴീക്കോട് പോർട്ട് കൺസർവേറ്ററുടെ അനുമതിയോ അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ അധികാരികളുടെ അറിവോ സമ്മതപത്രമോ ഇല്ലാതെയാണ് യാത്ര നടത്തിയതെന്ന് കണ്ടെത്തി. രാജ്യസുരക്ഷയ്ക്കും മനുഷ്യജീവനും ഭീഷണിയാകും വിധം കടലിലൂടെ സഞ്ചരിക്കാൻ പ്രാപ്തമല്ലാത്ത ഉൾനാടൻ ജലാശയങ്ങളിൽ മാത്രം ഉപയോഗിക്കാവുന്ന സ്പീഡ് ബോട്ടിന് പരിശോധനയിൽ വേണ്ടത്ര രേഖകൾ ഇല്ലെന്നും കണ്ടെത്തി. ഉല്ലാസ ബോട്ട് മത്സ്യബന്ധനയാനമല്ലാത്തതിനാൽ കൊടുങ്ങല്ലൂർ പോർട്ട് കൺസർവേറ്റർക്ക് റിപ്പോർട്ട് നൽകി. പോർട്ട് കൺസർവേറ്റർ ബോട്ട് പരിശോധിച്ച് പിഴ ഈടാക്കും. ഓപ്പറേഷൻ സജാഗിന്റെ ഭാഗമായി സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സീമ സിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് സ്പീഡ് ബോട്ട് പിടിച്ചെടുത്തത്. സംഘത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗിലെ ഉദ്യോഗസ്ഥരായ VN പ്രശാന്ത് കുമാർ, VM ഷൈബു, ഷിനിൽകുമാർ, ERC റെസ്ക്യൂ ഗാർഡ്മാരായ ഷെഫീഖ്, സിജീഷ്, ബോട്ട് റാങ്ക് സന്തോഷ്, എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവരുമുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും ആധാർ അടക്കമുള്ള രേഖകൾ പരിശോധിക്കുമെന്നും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൽ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി മറ്റു വാർത്തകളിലേക്ക്. മദ്യലഹരിയിൽ സുഹൃത്തിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച യുവാവ് പിടിയിൽ. വെള്ളാഞ്ചിറ പുത്തൂർ കൈതക്കോടൻ വീട്ടിൽ 36 വയസ്സുള്ള ഷെബിനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ജനുവരി 18 വൈകിട്ട് ചാലക്കുടി സ്വദേശി കുളങ്ങര വീട്ടിൽ സുജീന്ദ്രനെ കത്തികൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. മോട്ടോർ സൈക്കിൾ പണയം വെച്ചതായി ബന്ധപ്പെട്ട തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത്. സംഭവത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളി സുജീന്ദ്രന്റെ വലതുകൈയിനാണ് മുറിവേറ്റത്. ഇയാൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവം അറിഞ്ഞെത്തിയ ചാലക്കുടി പോലീസ് സംഭവ സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടി വധശ്രമത്തിന് കേസെടുത്തു. ചാലക്കുടി SHO സജീവൻ, SI സിജു മോൻ, സീനിയർ CPO ബൈജു എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഷെബിൻ പാലക്കാട് കസബ പോലീസ് സ്റ്റേഷനിലെ കവർച്ച കേസിൽ ഉൾപ്പെട്ട പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ മേത്തല ആറാട്ടുകടവ് പ്രദേശത്ത് മലമ്പാമ്പുകൾ പെരുകുന്നു. മാമ്പിള്ളി സുബ്രഹ്മണ്യൻ എന്നയാളുടെ പറമ്പിൽ 2 ദിവസങ്ങളിലായി മലമ്പാമ്പിനെ കണ്ടെത്തി. പ്രദേശവാസിയായ വനം വകുപ്പ് ജീവനക്കാരൻ രതീഷ് അറിയിച്ചതിനെ തുടർന്ന് പാമ്പുപിടുത്തക്കാരൻ KT കണ്ണൻ അഷ്ടപതി സ്ഥലത്തെത്തുകയും കഴിഞ്ഞ ദിവസം രാത്രി 10 അടി നീളവും 20 കിലോ തൂക്കവുമുള്ള മലമ്പാമ്പിനെ പിടികൂടുകയായിരുന്നു. തുടർന്ന് ഇന്ന് പുലർച്ചെ 3:30 നായ്ക്കൾ നിർത്താതെ കുരയ്ക്കുന്നത് കേട്ടുണർന്ന വീട്ടുകാർ അതേ സ്ഥലത്ത് തന്നെ മറ്റൊരു മലമ്പാമ്പിനെ കൂടി കണ്ടെത്തുകയും കണ്ണൻ അഷ്ടപതി വീണ്ടും എത്തി പാമ്പിനെ പിടികൂടുകയുമായിരുന്നു. പാമ്പുകളെ വനം വകുപ്പിന് കൈമാറും. കൊടുങ്ങല്ലൂർ നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും ഉഗ്രവിഷമുള്ള അണലി പാമ്പുകൾ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നതായും പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുത്തഞ്ചിറ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. 25-ന് നമ്മൾ വരവേറ്റ് അതിലൂടെ നടക്കുന്നത് കൊണ്ട് ആദ്യമായിട്ട് ഞാനും ജില്ലാ കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ നേരുകയാണ്, പുതുവത്സര ആശംസകളിലേക്ക്. പിന്നെ രണ്ടാമത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ മാസത്തിൽ നമ്മുടെ സംസ്ഥാനത്തുണ്ടായ ഏറ്റവും ഭീകരമായിട്ടുള്ള, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് മാസങ്ങൾക്ക് ശേഷം അതൊരു തീവ്ര ദുരന്തമാണ് എന്ന് സമ്മതിക്കാനെങ്കിലും തയ്യാറാവുകയും എന്നാൽ അതേസമയം അതിനുവേണ്ടി യാതൊരു തരത്തിലുള്ള സഹായ ഹസ്തവും നീട്ടാതെ ഇപ്പോഴും ഈ സംസ്ഥാനത്തിനെ വീർപ്പും മുട്ടിച്ചുകൊണ്ടിരിക്കുകയും അതിലൊക്കെ ദുഃഖിതരായി നിൽക്കുന്ന ആ ദുഃഖം വിട്ടുമാറാത്ത ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ള നമ്മുടെ ഈ സംഘടനയുടെ ഈ സമ്മേളനങ്ങൾക്ക് നടക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് MP സുധാകരൻ അധ്യക്ഷത വഹിച്ചു. MR സന്തോഷ് ബാബു, MR വേലുകുട്ടി, VN പീതാംബരൻ, EA ലോറൻസ്, KP അലക്സാണ്ടർ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി സംഘടിപ്പിക്കുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം നൽകി. V ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ ES ബിജു, PS സന്തോഷ്, V ഗോപിനാഥ്, KM ലെനിൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ ജാഥ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും നല്ല ധാരണയുണ്ട്. ചില്ലറ വ്യാപാര രംഗത്തേക്കുള്ള പ്രത്യക്ഷ വിദേശ നിക്ഷേപത്തിന്റെ ഭാഗമായി പരിമിതപ്പെടുന്ന നമ്മുടെ വ്യാപാര അങ്ങാടികളെ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെന്റുകൾ സ്വീകരിക്കണമെന്നതാണ് ജാഥയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട മുദ്രാവാക്യവും അതുതന്നെയാണ്. ചില്ലറ വ്യാപാര രംഗത്ത് പ്രത്യക്ഷ വിദേശ നിക്ഷേപം അനുവദിക്കുന്ന ഒഴിവാക്കണം.
ഓൺലൈൻ വ്യാപാരം നിയമാനുസൃതമായി നിയന്ത്രിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. വിലക്കയറ്റം തടയണം. GSTയിൽ അതിൻ്റെ അപാകതകൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ചാലക്കുടി കണ്ണമ്പുഴ ഭഗവതിയുടെ താലപ്പൊലിയോടനുബന്ധിച്ച് കണ്ണമ്പുഴ യുവജന സമിതി നടത്തുന്ന നാദാലയം 2025 പരിപാടിയുടെ നോട്ടീസ് പ്രകാശനം ചെയ്തു. പ്രശസ്ത സിനിമാ താരം ദേവൻ നോട്ടീസ് പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ താലപ്പൊലി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ KM ഹരിനാരായൺ, ഫിനാൻസ് കൺവീനർ ശങ്കരൻകുട്ടി വടാശ്ശേരി, യുവജന സമിതി സെക്രട്ടറി രാകേഷ് V മേനോൻ, രവി രാമചന്ദ്രൻ, ശ്യാം അമ്പാടി, അശ്വിൻ ആനന്ദ്, കിരൺ പാമാടത്ത് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അതിരപ്പള്ളി മേഖലയിലെ ചാലക്കുടി പുഴയിൽ മുതലകളുടെ സാന്നിധ്യം കൂടുന്നു. പകൽ സമയങ്ങളിലും പുഴയോരങ്ങളിൽ മുതലകളെ കാണുന്നത് പതിവായി. മീഡിയ ടൈം വാർത്താ ഫലം കണ്ടു. മാള പോലീസ് സ്റ്റേഷന് സമീപത്തെ റോഡരികിൽ തൊണ്ടി മുതലായി സൂക്ഷിച്ചിരുന്ന വാഹനങ്ങൾ നീക്കം ചെയ്തു. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് ചെറുമത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന ബോട്ടും കടലിൽ ഉല്ലാസയാത്ര നടത്തിയ സ്പീഡ് ബോട്ടും ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി. വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.